നാടകത്തിൽ കഴിവ് തെളിയിച്ച് സീരിയലിൽ തിളങ്ങി സിനിമയിൽ കരുത്തുറ്റ കഥാപാത്രവുമായി ചുവടുറപ്പിച്ച ഹരീഷ് പേരടി. സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടി. എന്താണ് അത് അടുത്ത പ്രോജക്റ്റ്? അടുത്തത് ഒരു 3 പടങ്ങളാണ് ഞാനിപ്പം കമ്മിറ്റ് ചെയ്തത്. നല്ല കഥാപാത്രങ്ങളുള്ള നല്ല ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളാണ് ഭാഗ്യവശാൽ എനിക്ക് വന്നത്. അത് ആദ്യം തന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ടി.എ. റസാക്ക് എഴുതി ആദ്യമായിട്ട് അതായത് സിനിമയിൽ വന്നിട്ട് 25 വർഷമായി. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അതിൻ്റെ പേര് 3-ാം നാൾ ഞായറാഴ്ച. സലീം കുമാർ നായകനായിട്ട്, സലീം കുമാർ എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ. അതിലൊരു നല്ല വേഷം ചെയ്യും. അതുകൂടാതെ പിന്നെ മലയാളത്തിലെ എക്കാലത്തെയും നല്ല ഡയറക്ടറായ കമൽ സാറിൻ്റെ ജയറാമേട്ടൻ നായകനായ നടൻ എന്ന സിനിമയിൽ ഒരു ശക്തമായ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നത് ഭദ്രൻ സാറിൻ്റെ സിനിമയാണ്. അത് അദ്ദേഹം വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു 3-4 വർഷത്തെ തയ്യാറെടുപ്പോടു കൂടി ചെയ്യുന്നൊരു സിനിമയാണ്. ആ സിനിമയിൽ ഒരു നല്ല ഒരു ക്യാരക്ടർ. കൈതേരി ചാത്തു, കൈതേരി സഹദേവൻ, ഇങ്ങനെ 2 കഥാപാത്രങ്ങളാണ് ഞാനിതിൽ ചെയ്തത്. അപ്പോൾ അതിൽ ഈ സഹദേവൻ്റെയും ചാത്തുവിൻ്റെയും ഇതിലേക്ക് വരുന്നതിൻ്റെ പിന്നിൽ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രധാന വഴി എന്ന് പറയുന്നത് അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇതിൻ്റെ ജനിതക ഘടനയും ചെറുപ്പകാല കാഴ്ചയും എങ്ങനെയാണ് ഒരു മനുഷ്യനെ നിർമ്മിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണമാണ് സിനിമ. അപ്പോൾ അത്തരം ഒരു അന്വേഷണമായതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ പരാമർശിക്കാത്ത ഒരു സ്ക്രിപ്റ്റിൽ പരാമർശിക്കുന്ന സിനിമയിൽ വരാത്ത ഒരു കഥാപാത്രമുണ്ട്, കൈതേരി രാമൻ, അതായത് ചാത്തുവിൻ്റെ അച്ഛനായ രാമൻ. അപ്പോൾ ആ രാമനിലൂടെയാണ് സത്യത്തിൽ ഞാൻ ഈ കഥാപാത്രങ്ങളിൽ വരുന്നത്. എൻ്റെ അച്ഛൻ ചാത്തുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. പ്രേക്ഷകർ കാണുമ്പോൾ അതിൽ പിണറായി വിജയൻ്റെ മാനറിസങ്ങളുണ്ടായിരുന്നു. അത് ബോധപൂർവം ഒന്നാണോ അതോ മനഃപൂർവ്വം ഒരു കഥാപാത്രത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ്? ഒരിക്കലല്ല. അത് ഞാൻ ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് പിണറായി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊരു വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയ സ്കൂളുകളാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഓപ്പണായിട്ട് തന്നെ പറയാം. പിണറായി വിജയൻ മാത്രമല്ല ഇങ്ങനെ സംസാരിക്കും. ശ്രീമതി ടീച്ചർ എങ്ങനെയാണ് സംസാരിക്കുക? ശ്രീമതി ടീച്ചറാണോ ഈ കഥാപാത്രം? അല്ല. ഇപ്പോൾ കോടിയേരി സഖാവ് അങ്ങനെയാണ് സംസാരിക്കുക. പി ജയരാജൻ, മറ്റുള്ള എം.വി. ജയരാജൻ, ഇവരുടെയൊക്കെ സംസാര രീതി നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് വടക്കൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്കൂളാണ്. ആ രാഷ്ട്രീയ സ്കൂളിൻ്റെ ഒരു സംഭാഷണ രീതി മാത്രമാണ് സ്വീകരിച്ചത്. അല്ലാതെ ഒരു വ്യക്തിയുമായിട്ട് അതിന് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ഒരു വ്യക്തിയുമായിട്ട് ആ കഥാപാത്രം ബന്ധമില്ല. പിന്നെ യാതൊരു വിധത്തിലും സഖാവിൻ്റെ ഒരു മാനറിസം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സഖാവിൻ്റെ മാനറിസങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അത് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇയാൾ തന്നെയാണ് അത് എന്ന് വിചാരിച്ച് കാണുന്നവരോടും അങ്ങനെ പറയുന്നവരോടും നമുക്ക് രക്ഷയില്ല. സിപിഎംകാരനാണ്? ഒരിക്കലല്ല. ഞാൻ കലയുടെ ഒരു രാഷ്ട്രീയമാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതായത് ഒരു കലാകാരൻ എപ്പോഴും കലയുടെ ഒരു രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് CPM എന്ന് പറഞ്ഞാൽ എനിക്ക് തൊട്ടുകൂടാത്ത പാർട്ടിയല്ല. കാരണം CPM-ഉമായിട്ട് എത്രയോ സഹകരിച്ച് നാടകങ്ങളൊക്കെ ചെയ്ത ആളാണ് ഞാൻ. CPM-ഉമായിട്ട് ഇപ്പോഴും നല്ല ബന്ധത്തിലാണ്. അല്ലാതെ ഈ ഒരു സാധനം ചെയ്തുകൊണ്ട് CPM-ആയിട്ട് ബന്ധക്കേടൊന്നും യാതൊരു ബന്ധമില്ല. CPM-ആയിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഡയലോഗ് ഡെലിവറി ഇത്രയും ഷാർപ്പാക്കാൻ പറ്റിയ നാടകത്തിൻ്റെ അനുഭവം സമ്പത്താണ്. നാടകം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കരുത്തുള്ള ഒരു മീഡിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാടകത്തിലുള്ള നമ്മൾ മറ്റുള്ള ജോലിക്കൊന്നും പോകാതെ കൃത്യമായിട്ട് നാടകം കളിച്ച് അതിലൂടെ തന്നെ ജീവിച്ച് പോകുന്ന ആളുകൾക്ക് നാടകത്തോടുള്ള ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം ഇതായിരിക്കും ചിന്ത. ആ ഡയലോഗ് എങ്ങനെ പറയാം? അപ്പോൾ ഒരു ചെറിയൊരു പീസുള്ളൊരു ഡയലോഗാണെങ്കിൽ പോലും അത് എങ്ങനെ മാറ്റാം, എങ്ങനെ മറയ്ക്കാം, അതിൽ എത്ര ശ്രുതികൾ ഉണ്ടാക്കാം എന്നുള്ളൊരു ആലോചന അത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സീരിയലിലെ പരിചയങ്ങൾ തന്നെയാണ് സിനിമയിലേക്ക് മുരളി ഗോപിയുമായി അടുപ്പിച്ചത്. ഈ ഗുരുവായൂരപ്പനിലുള്ള എൻ്റെ കിംബദൻ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു മൈലേജ്, അതിൻ്റെ ഒരു ചെയ്ത രീതി, ഇതൊക്കെ അനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ട് രഞ്ജിത്തേട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഡ് ചില്ലീസ് എന്ന ലാലേട്ടൻ്റെ ഓപ്പോസിറ്റുള്ള പ്രധാന വില്ലൻ കഥാപാത്രം ഞാൻ ചെയ്തു. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആദ്യം KK മേനോനെയും ബോളിവുഡിലെ KK മേനോനെയും ആലോചിച്ചിട്ടുള്ളത്. അത് മുരളിയേട്ടൻ തന്നെ എന്നോട് പറയുകയുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് അവർ എന്നെ രഞ്ജിത്തേട്ടനെ സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ മുരളി ഗോപിയും അരുൺകുമാർ അരവിന്ദനൊക്കെ കാണുന്നത്. ഈ കഥാപാത്രങ്ങളുടെ ചർച്ചയും കാര്യങ്ങളും ചങ്കുറപ്പുള്ള കഥാപാത്രത്തിലൂടെയാണ് സിനിമയിലേക്കുള്ള പ്രവേശം. അടുത്ത കഥാപാത്രങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? തികച്ചും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്.
അതായത് ഒന്നിനോട് ഒരു സാമ്യം തോന്നുന്നതല്ല. ഞാൻ തന്നെ ശരിക്കും ഒരു ചെറിയ ഒരാശങ്ക എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഇതുപോലത്തെ കഥാപാത്രങ്ങൾ തന്നെ വരും. അങ്ങനെ വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ വരാൻ സാധ്യത കൂടുതലാണല്ലോ. നമ്മളൊരു സിനിമയുടെ ഒരു പാറ്റേൺ തന്നെ എങ്ങനെയാണ്. പക്ഷേ മലയാള സിനിമ നമ്മളൊക്കെ വിചാരിച്ചതിനെക്കൊണ്ട് എത്രയോ മാറി. ഷൂട്ടിങ്ങിൻ്റെ തിരക്കിനിടയിലാണ് വന്നത്. ഏതായാലും ഇത്ര നേരം മാതൃഭൂമി ന്യൂസുമായി പങ്കുവച്ചതിന് നന്ദി. വളരെ സന്തോഷം. കാരണം മാതൃഭൂമി എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്, പ്രത്യേകിച്ച് എൻ്റെ നാടായി കോഴിക്കോടിൻ്റെ മണ്ണിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കാനും സംസാരിക്കാനും നാടകത്തെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചൊക്കെ പറയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. വളരെ സന്തോഷം. താങ്ക് യു. വീണ്ടും കാണാം.